റിപ്പോർട്ടർ ബിഗ് എക്സ്ക്ലൂസീവ്. വിവാദങ്ങൾക്കിടെ രാജീവ് ചന്ദ്രശേഖരന് പൂർണ്ണ പിന്തുണയുമായി ബി.ജെ.പി. ദേശീയ നേതൃത്വം. സംസ്ഥാന ബി.ജെ.പിയിൽ എന്ത് തീരുമാനവും രാജീവ് ചന്ദ്രശേഖരന് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ എടുക്കാമെന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. വിഭാഗീയ പ്രവർത്തനങ്ങൾ വേരോടെ പിഴുതെറിയാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ദുർബലപ്പെടുത്താൻ ചില നേതാക്കൾ ബോധപൂർവം ശ്രമിക്കുന്നുവെന്നാണ് രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാട്. ആദിൽ പാലോട് വിവരങ്ങളുമായി. അതിൽ ഇപ്പോൾ മുൻ സംസ്ഥാന അധ്യക്ഷനും വി മുരളീധരനും ഇവിടെ സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നു എന്നുള്ള പരാതികൾ വരുന്നതിനിടയിലാണ് അതിൽ കുഴപ്പമില്ല, രാജീവ് ചന്ദ്രശേഖർ എന്ത് തീരുമാനമെടുക്കുന്നു അതാണ് സംസ്ഥാന ബി.ജെ.പിയിൽ നടക്കുക എന്ന നിലപാടാണോ ഇപ്പോൾ കേന്ദ്ര നേതൃത്വം എടുക്കുന്നത്? അതിൽ ഉറപ്പായും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം ദേശീയ നേതൃത്വം ഈ വിവാദങ്ങളിൽ സ്വീകരിക്കുന്നു എന്നതാണ് വളരെ പുതുതായി വരുന്ന വാർത്ത. സ്മൃതി പറഞ്ഞതുപോലെ തന്നെ മുൻ സംസ്ഥാന പ്രസിഡന്റുമായ കെ സുരേന്ദ്രൻ, വി മുരളീധരൻ ഇരുവരെയും സംസ്ഥാന നേതൃയോഗത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു. അതിന് പിന്നാലെ നടന്ന കോർ കമ്മിറ്റി യോഗത്തിൽ രാജീവ് ചന്ദ്രശേഖരനെതിരെ വലിയ വിമർശനം യോഗത്തിലെ പല അംഗങ്ങളും ഉയർത്തി എന്ന വാർത്തകളും ഉണ്ടായിരുന്നു. എന്നാൽ അതിന് പിന്നാലെ ഇന്ന് ദില്ലിയിലുള്ള രാജീവ് ചന്ദ്രശേഖരൻ മുതിർന്ന നേതാക്കളെ തന്നെ ദേശീയ നേതൃത്വത്തെ കാണുകയും തന്റെ വിവരങ്ങൾ എന്താണ് വിവാദവുമായി ബന്ധപ്പെട്ട് നടക്കുന്നതെന്നും ആരൊക്കെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നും കൃത്യമായി ദേശീയ നേതൃത്വത്തെ അറിയിച്ചു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അക്കാര്യത്തിൽ കൃത്യമായ സ്വാതന്ത്ര്യം, പൂർണ്ണമായ സ്വാതന്ത്ര്യം രാജീവ് ചന്ദ്രശേഖരന് ദേശീയ നേതൃത്വം നൽകിയിരിക്കുകയാണ്. വിഭാഗീയ പ്രവർത്തനങ്ങൾ വേരോടെ പിഴുതെറിയാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു ദേശീയ നേതൃത്വം. സംസ്ഥാന ഭാരവാഹി യോഗവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ദേശീയ നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. സ്വാഭാവികമായും പുതിയ പ്രസിഡന്റ് വരുന്ന ഒരു പുതിയ ഊർജ്ജത്തോടെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നതാണ് ദേശീയ നേതൃത്വം മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യവും ആഗ്രഹവും. പക്ഷേ അതിന് വിരുദ്ധമായി വിഭാഗീയ പ്രവർത്തനങ്ങൾ കൊടുമ്പിരി കൊള്ളുന്നത് ദേശീയ നേതൃത്വത്തിന് അത്ര തൃപ്തികരമായി തോന്നുന്നില്ല. മാത്രമല്ല, വിവാദങ്ങൾ ഉണ്ടാക്കാൻ കൂട്ടുനിന്നവരുടെ വിവരങ്ങൾ അത് ദേശീയ നേതൃത്വത്തിന് രാജീവ് ചന്ദ്രശേഖർ കൈമാറിയിട്ടുണ്ട്. ബി.ജെ.പിയുടെ പ്രവർത്തനങ്ങൾ ദുർബലപ്പെടുത്താൻ പാർട്ടിയിലെ ചില നേതാക്കൾ ബോധപൂർവം ശ്രമിക്കുന്നതായി രാജീവ് ചന്ദ്രശേഖർ പരാതി അറിയിക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായും അത് ആരൊക്കെയാണ് എന്നത് മനസ്സിലാക്കാൻ കഴിയും. വി മുരളീധര പക്ഷത്തെ നേതാക്കൾക്കെതിരെ ദേശീയ നേതൃത്വത്തിന് പരാതി നൽകുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കാനുള്ള നിർദ്ദേശം ദേശീയ നേതൃത്വം നൽകുമ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ അത്രമേൽ ശക്തരാവുകയാണ് സംസ്ഥാന നേതൃത്വത്തിൽ. രാജീവ് ചന്ദ്രശേഖരനെ കോർ കമ്മിറ്റി യോഗത്തിൽ അതിരൂക്ഷമായി പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വിമർശിച്ചു എന്ന വാർത്തയുണ്ടായിരുന്നു. പക്ഷേ ആ വാർത്തകളൊക്കെ രാജീവ് ചന്ദ്രശേഖരൻ തന്നെ തള്ളിക്കളയുന്നു. ഒപ്പം രാജീവ് ചന്ദ്രശേഖരന് ദേശീയ നേതൃത്വത്തിന്റെ പരിപൂർണ പിന്തുണ, നടപടികൾ സ്വീകരിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും വിട്ടു നൽകിയിരിക്കുകയാണ് ദേശീയ നേതൃത്വം. സ്മൃതി, ശരി, എന്ത് തീരുമാനമെടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമാണ് രാജീവ് ചന്ദ്രശേഖരന് ഇപ്പോൾ കേരളത്തിൽ ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം നൽകിയിരിക്കുന്നത്?